വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് ആശംസകൾ. അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ, ഉച്ച തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ തറവാട്ടിലേക്ക് പോകും കേട്ടോ, അതായത് ഇക്കാടെ വീട്ടിലേക്ക് പോകും. പിന്നെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ട് ഉച്ചയ്ക്കും രാത്രിയും ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അന്നത്തെ പെരുന്നാളിൻ്റെ അന്ന് അവിടെ തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുഴിമന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുഴിമന്തി, ചിക്കൻ കുഴിമന്തി ആണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അതങ്ങോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. പിന്നെ കുഴിമന്തിക്ക് ഒരുപാട് നമ്മൾ സവാള, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും നന്നാക്കി ടൈം കളയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൂടി ഓർത്തിട്ട് നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പിള്ളേരുടെ കളികളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഫോട്ടോ എടുപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സമയം, അതൊരു സന്തോഷം, അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലേ. നമുക്ക് നാളേക്ക് ഓർത്ത് വെക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ദേ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ അരി വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ദം ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിന് ഒത്തുകൂടുമല്ലോ ഉച്ചയ്ക്ക്. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നുമില്ല, നമ്മൾ ചില സമയത്ത് പുറത്ത് പോവാറുണ്ട്. നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് വന്ന കാരണം എല്ലാവരും അവരുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരിക. അപ്പോൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ വൈകുന്നുണ്ടാവും, ഒരു 11 മണിയൊക്കെ ആവും എന്തായാലും എത്താനായിട്ട് തറവാട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ വൈകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കാനും അത് കഴിക്കാനും ഒക്കെ ലേറ്റ് ആവും. അപ്പോൾ ഏകദേശം ഒരു 2 മണി 2:30 ആവട്ടെ, നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ സാവധാനം ആടിപ്പാടി ഉണ്ടാക്കി വരുമ്പോൾ ആ ഒരു ടൈമാവും. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ചിലപ്പോൾ കിടക്കും, ഒരു മയക്കം ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ സാധാരണ പോവാറ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളത് ഒരു 2, 3, 4, 5 കിലോമീറ്ററൊക്കെ കഴിഞ്ഞാൽ കടലുണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും അവിടെ തന്നെ ബീച്ചിലേക്കാണ് കേട്ടോ പോവാറ്. അപ്പോൾ അതേ കടലിലേക്ക് പോയി, അപ്പോൾ ബീച്ചിൽ പോയിട്ട് നന്നായിട്ട് ആർമാദിച്ചെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക്. ഈ നമ്മൾ കടലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് കല്ലുകൾ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സേഫാണ്. അത്ര സേഫ് അല്ല, എന്നാലും നമുക്ക് ഒത്തിരി ധൈര്യത്തോടുകൂടി നിന്നിട്ടൊക്കെ നമുക്ക് ഇതിൽ കളിക്കാം കേട്ടോ. അങ്ങനെ കുറേ നേരം കളിച്ചു. ഒരു മഗ്‌രിബ് ആയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉച്ച തുടങ്ങി വൈകുന്നേരം വരെയുള്ള പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പെരുന്നാൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. നാട്ടിലെ ഇതിന് വെട്ടിക്കൂട്ടെന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കണം കേട്ടോ. അതിൽ നെയ്യ് ഉണ്ടാവും, പിന്നെ അതുപോലെ ലിവർ ഉണ്ടാവും, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് അങ്ങനെ പീസാക്കി എടുത്തേക്കണതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുരുമുളകും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ റെഡിയായി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ വെട്ടിക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെട്ടിക്കൂട്ട് കിട്ടുമ്പോൾ തന്നെ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് അതിൻ്റെ ഉള്ളിലെ അഴുക്കുകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം
ചെറിയ തീയിൽ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.